കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ, വ്യാഴാഴ്ച പെരുന്നാളിന് ശേഷം മലങ്കര സഭയിൽ നമ്മൾ നടത്തുന്ന ശുശ്രൂഷയാണ് കാലുകഴുകൽ ശുശ്രൂഷ. 1963 ഏരിയ കത്തീഡ്രലിൽ വെച്ച് വിശുദ്ധ ഗീവർഗീസ് ദിയൻ കാതോലിക്ക ബാവ അന്ത്യമായി നടത്തിയതായ കാലുകളുടെ ശുശ്രൂഷയിൽ അന്ന് കേവലം 14 വയസ്സ് മാത്രമുള്ള ഞാൻ പോയി സംബന്ധിച്ചു. കാലുകളുടെ ശുശ്രൂഷ എന്നുള്ളതിന് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതൊരു ഡ്രാമയല്ലേ എന്നുള്ളതായിരുന്നു. അതായിരുന്നാലും ആ ശുശ്രൂഷയെ സംബന്ധിച്ച ഞാൻ അന്ന് ആ ശുശ്രൂഷയിൽ നിന്ന് കണ്ണീരൊഴുകേണ്ടി വന്നു എന്നുള്ളതെന്നും ഓർമ്മിക്കുകയാണ്. അത്രമാത്രം ഹൃദയസ്പർക്കായ ഒരു ശുശ്രൂഷയായിരുന്നു അത്. യഹൂദ പാരമ്പര്യത്തിൽ വീട്ടിലേക്ക് വിരുന്ന് വരുന്നതായ അതിഥികളുടെ കാലിൽ പറ്റിയിരിക്കുന്നതായ പൊടി കഴുകിക്കളയുകയും യാത്ര ചെയ്ത് വന്നതിലുള്ളവരെ വേദന മാറുന്നതിന് എണ്ണ പുരട്ടുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലം ദൂര യാത്രയിൽ നടന്നു വരുന്നതായ ആളുകൾക്ക് കൊടുക്കുന്നതായ പരിചരണം. പക്ഷേ അതൊരു വീട്ടിൽ ചെയ്യുന്നത് സാധാരണ ആ വീട്ടിലെ അടിമ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് ഈ വിരുന്നിൽ വരുന്നവർക്ക് അവർ ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ അകത്ത് വിരുന്നിന് ഇരിക്കുമ്പോഴോ അവരുടെ പിറകിൽ കൂടെ ചെന്ന് കാല് കഴുകുകയും എണ്ണ തേക്കുകയും ചെയ്യുക എന്നുള്ളത്. പെസഹ പെരുന്നാളിൻ്റെ വലിയ വിരുന്നിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായും എല്ലാ മനുഷ്യർക്കും ഉന്നതനായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്നവൻ, സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ്റെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഗുരുവിനെയാണ് നാം ഈ കാലുകൾ ശുശ്രൂഷയിൽ കൂടെ മനസ്സിലാക്കുന്നത്. ഇന്നും സ്വർഗത്തിൽ കർത്താവ് കാല് കഴുകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും. കാരണം കർത്താവിൻ്റെ കഴുകൽ കൂടാതെ നാം ആരും രക്ഷപ്പെടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഔദാശികമായിരിക്കുന്ന അർത്ഥത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇന്നും യാഗമായിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നമുക്ക് നമ്മുടെ പാപങ്ങൾക്കും കുറവുകൾക്കും പരിഹാരമാകുവാൻ കാല് കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മുടെ മനസ്സിൽ നാം ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കേണ്ടത്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഒന്ന്, ദൈവം മനുഷ്യനായിരുന്നവൻ മനുഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു എന്നുള്ളത് ഒരു യജമാനൻ നടത്തേണ്ട കാര്യമല്ല. അടിമ നടത്തേണ്ട കാര്യം യജമാനൻ നടത്തുമ്പോൾ ആ വലിയ വിനയമാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിനയത്തിൽ കൂടി മാത്രമേ മനുഷ്യനെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുകയുള്ളൂ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ സേവന സന്നദ്ധതയിൽ മുന്നോട്ട് വരണമെങ്കിൽ, അവരുടെ നേതൃത്വത്തെ മറ്റുള്ളവർ ആദരിക്കണമെങ്കിൽ, അവർ തങ്ങളുടേക്കാൾ താഴ്ന്നയുള്ളവരെ അവരെ സേവനം നടത്തി അവർക്ക് സേവനം ചെയ്യുന്നവരായിരിക്കണമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്.
മഹാത്മാഗാന്ധിയുടെയോ അതോടൊപ്പം മദർ തെരേസായുടെയും പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെയും ജൂലിയോസ് തിരുമേനിയുടെയും ഒക്കെ ചിന്തകൾ നമ്മൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ അവരെല്ലാം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പിതാക്കന്മാരാണ്. അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനി പാവപ്പെട്ടവർക്ക് വേണ്ടി ഭിക്ഷയെടുക്കുമ്പോൾ തൻ്റെ ഭിക്ഷപാത്രത്തിലേക്ക് തുപ്പിയ വലിയവരുണ്ട്. ഇതെനിക്കുള്ളതാണ്, ഞാൻ സ്വീകരിക്കുന്നു, എന്നാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി സംഭാവന തരണമെന്ന് അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ അനേകരുടെ കാല് കഴുകുന്ന ഒരനുഭവം, വിനയത്തോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, ഇതാണ് നേതൃത്വത്തിൻ്റെ ഗുണപാഠം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നതാണ് യേശുക്രിസ്തു. ഇന്നും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഉന്നതരായിരിക്കുന്നവർ സേവന സന്നദ്ധയിൽ നിന്ന് മാറി അവർ തൻപ്രമാണിത്വം കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വലിയ സന്ദേശം. തന്നോടൊപ്പമുള്ളവരെ കൂട്ടി നിർത്തുവാനും കൂട്ടിച്ചേർക്കുവാനും ചേർത്ത് പിടിക്കുവാനും സ്നേഹവും കരുതലും കൊടുക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ താണിറങ്ങി വിനയമുള്ളവരായി തീരണം എന്നുള്ളത് നേതൃപാഠവും വെളിവാക്കുന്ന സത്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് ഇത് നമുക്ക് നൽകുന്നത് ഔദാശികമായിരിക്കുന്ന ഒരു പ്രാധാന്യമാണ്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അതിശയിച്ചു, അത്ഭുതപ്പെട്ടു. ഗുരുവായ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അവനെ അനുവദിക്കുക? അവർക്കെല്ലാവർക്കും സംശയമുണ്ടായിരുന്നെങ്കിലും യേശുവിനേക്കാൾ വളരെ പ്രായമുള്ളയാളായിരുന്നതുകൊണ്ടും ശ്ലീഹന്മാരുടെ പ്രധാനിയായിരുന്നതുകൊണ്ടും അത് ചോദിക്കുവാൻ ധൈര്യപ്പെട്ടത് പത്രോസ്ലീഹ. പത്രോസ്ലീഹ അത് തടഞ്ഞു. നീ ഗുരുവാണ്, നീ ദൈവപുത്രനാണ്, അതുകൊണ്ട് നീ മശീഹയാണ്, എൻ്റെ കാൽ കഴുകരുത് എന്ന് എതിർക്കുകയാണ്. ഇപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കാല് കഴുകുന്നെങ്കിലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ ഒരു ബന്ധവുമില്ല. അവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ മാറിപ്പോകാനിടയാവും, കർത്താവിൻ്റെ കാല് കഴുകാൻ അനുവദിച്ചില്ലെങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കിയ പത്രോസ് അതിന് തയ്യാറല്ല. എന്തായിരുന്നാലും കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാനൊക്കെ. അതുകൊണ്ട് പത്രോസ്ലീഹ മറ്റെല്ലാവരെക്കാളും കൂടുതൽ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമായിട്ട് പറയുകയാണ്, നീ എൻ്റെ കാലുകളല്ല എൻ്റെ തലയും കൈയും എല്ലാം കഴുകണം. അപ്പോൾ കർത്താവോടെ പഠിപ്പിക്കുന്ന ഒരു ഔദാശിക പ്രാധാന്യം പിതാക്കന്മാർ തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പൊളിച്ചിരിക്കുന്നവന് കാല് മാത്രം കഴുകിയാൽ മതി. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഒരു സൂചനയായിട്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മാമോദീസ സഭയിലേക്ക് നമ്മൾ ചേരുന്നതായ സമയത്തുള്ള കുളിയാണ്. ആ കുളി സ്വീകരിച്ച ഒരാൾ സഭയിൽ നിൽക്കുമ്പോൾ പിന്നീട് അവർക്ക് ആവശ്യമായിരിക്കുന്നത് കാൽ കഴുകൽ വീണ്ടും കുളിയല്ല, വീണ്ടും മാമോദീസ അല്ല. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ്. പിന്നീട് പാപമോചനത്തിനുള്ളത് കൈകാലുകൾ കഴുകുക, കാൽ കഴുകുക അഥവാ വിശുദ്ധ കുമ്പസാരമാണെന്ന് പിതാക്കന്മാർ ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. അപ്പോൾ സഭയുടെ വലിയ ഒരു ഔദാശിക സന്ദേശമാണ് ഇതിൽ കൂടെ നമുക്ക് നൽകുന്നത്. മൂന്നാമത് നമുക്ക് നൽകുന്നത്
സഭയുടെ ഐക്യം പരസ്പരം നാം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതോടുകൂടിയാണ്. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ തർക്കമുണ്ടായിരുന്നു. അവർ വലിയവൻ ആരാണെന്നുള്ളതായ അവരുടെ തർക്കം അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ കാരണമായി. ആ ഭിന്നത മാറ്റുന്നതിന് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത്, ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാണ്. അങ്ങനെ എല്ലാവരുടെയും ശുശ്രൂഷകനായി കഴിയുമ്പോൾ ഭിന്നത മാറി ഒന്നായി തീരാൻ സാധിക്കും. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നാം എവിടെയും കാണുന്നത് മറ്റുള്ളവരുടെ സേവനത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയതായിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുക. ഞാൻ വലിയവനാണെന്നുള്ള ധാരണയിൽ മറ്റുള്ളവരെല്ലാവരും എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അഹങ്കാരവും ഭിന്നതയും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്നും ഭിന്നതയിൽ നിന്നും മാറി സമാധാനം സമൂഹത്തിൽ, സഭയിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാപിക്കണമെങ്കിൽ സമാധാനത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകാം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനുഷ്യർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവർ ചെയ്തു തരണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരെയെങ്കിലും ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒന്നിപ്പിൻ്റെയും ആത്മാവ് വരുന്നത് നമുക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നാം അവർക്ക് ചെയ്യുന്നതായ സമയത്ത് ആ സെർവൻ്റ്ഹുഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കരുതുവാനുള്ളതായ, ദാസ്യവേല ചെയ്യുവാനുള്ളതായ മനസ്സ്, അവിടെയാണ് നമുക്ക് സ്നേഹവും യോജിപ്പും ലോകത്തിലുണ്ടാകുന്നത്. അതിന് പകരം ധാർഷ്ട്യത്തിൻ്റെ മനോഭാവത്തോടുകൂടി, അഹങ്കാരത്തിൻ്റെ മനോഭാവത്തോടുകൂടി ആയിക്കഴിഞ്ഞാൽ അഹങ്കാരത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. വിനയത്തിനും സ്നേഹത്തിനും കരുതലിനും താണിറങ്ങിയുള്ള ശുശ്രൂഷയ്ക്കും മാത്രമേ മറ്റുള്ളവരുടെ സമാധാനം ഉണ്ടാക്കുവാനും നമ്മുടെ ഇടയിൽ സമാധാനം ഉണ്ടാക്കുവാനും കഴിയുള്ളൂ എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിന് നമ്മുടെ സേവനങ്ങൾ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ആ സേവനങ്ങൾ, നമ്മുടെ മനസ്സും നമ്മുടെ പണവും നമ്മുടെ കഴിവും ആരോഗ്യവും എല്ലാം അതിനു വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥ നേതൃഗുണമുണ്ടാകുന്നത്, യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്, സമൂഹ നന്മയിൽ വളരുന്നത് എന്നുള്ളതായ ആ വലിയ സന്ദേശമാണ് നമുക്ക് ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതായി നമുക്ക് അപ്രകാരം വിനയത്തിൻ്റെ, അഹങ്കാരമില്ലായ്മയുടെ, സേവനത്തിൻ്റെ, മറ്റുള്ളവരെ കരുതലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ആ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.